വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. വിൻ്റർ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്. നമ്മളറിയില്ല ഇത്ര റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ആണോ എന്ന്. ഞാൻ ഇപ്പോഴാണ് കേട്ടത്. അപ്പോൾ വിചാരിച്ചു കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് പോകണം എന്ന്. പക്ഷേ ഇതുവരെ നമുക്ക് ടൈം കിട്ടിയില്ല. പ്ലസ് നമ്മളെല്ലാവരും കുറച്ച് സിക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഈവനിങ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയേക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ജലദോഷവും പനിയും ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഫുഡ് അടിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മൾ മുതൽ വിടാറില്ല. അപ്പം പിള്ളേരെല്ലാം പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അവരവിടെ വണ്ടിക്കകത്തിരിക്കുകയാണ്, ഞാൻ പോകാൻ പോവാണ്. അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങൾ, തട്ടുകട വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മലയാളി മംസ് ഈസി കുക്കിംഗ്, നമ്മുടെ ഫുഡ് വ്ലോഗ്. നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് രാത്രിയാകും. അപ്പം സൺസെറ്റ് ആയി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ക്ലൗഡ്സ് ഒക്കെ കാണാൻ. നമ്മളെവിടെ പോകുന്നേ? എന്ത് കഴിക്കാനാ പോകുന്നേ? തട്ടുകട. തട്ടുകട. ചിക്കൻ ഫ്രൈ കഴിക്കാം. ഓക്കെ, എരിവായിരിക്കും. സ്പൈസി കഴിക്കുവോ? സ്പൈസി കഴിക്കുവോ? ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചപ്പോഴാണ് അറിയുന്നത് 1 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന്. അത്രയും ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ എന്നാലും നമുക്കറിയായിരുന്നു കുറച്ച് ദൂരം ഉണ്ടെന്ന്. പിള്ളേർക്ക് അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര വിഷമം. കാരണം അത്രയും നേരം കാറിൽ ഇരിക്കണമല്ലോ എന്ന്. പിന്നെ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് കാറിലും നമ്മളെപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കും പാട്ട് വെക്കാൻ. അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് പോകാം. അപ്പം അങ്ങനെ നമ്മൾ പോവും. പിന്നെ നമുക്ക് ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയായിരിക്കുമല്ലോ രാത്രിയിലൊക്കെ ഇങ്ങനെ ഡ്രൈവിന് പോകുമ്പം. നമുക്കൊരു വേറൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റും ഒരു സ്ഥലത്തിൻ്റെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ സിറ്റിയൊക്കെ ക്രോസ് ചെയ്താൽ പോകുന്നതെങ്കിൽ നമ്മളൊരു വേറൊരു വേർഷൻ ഓഫ് സിറ്റി കാണാം. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തി. ഗായ്സ്, നമ്മളപ്പം എത്തിയിട്ടോ. 1 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ. എന്തായാലും പോയി നോക്കാം. അറിയില്ല, നോക്കാം. പുറത്ത് നല്ല തണുപ്പായിരുന്നു. അതുകൂടാണ്ട് അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര ക്യൂ. അപ്പോൾ ഈ തണുപ്പത്ത് എങ്ങനെ ഇത്രയും നേരം നിൽക്കുമെന്ന് ഓർത്തപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള കൊതി കാരണം അതൊക്കെ മറന്നു. തണുപ്പുണ്ടോ? നല്ല തണുപ്പായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടുന്ന് ചിക്കൻ ഫ്രൈ എന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് മെനു കണ്ട് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു, ചായയും വാങ്ങിച്ചു. വെയിറ്റ് ചെയ്ത് മടുത്ത്. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിലെ ഗംഗ വരെ ഇറങ്ങി. എന്നിട്ടും ഫുഡ് വന്നില്ല. പിന്നെ ആ സന്തോഷം കണ്ടില്ലേ, അത് അലാം അടിച്ചതാണ്. അപ്പം തന്നെ ഓടിപ്പോയി ഫുഡ് വാങ്ങിച്ചു. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം ഇവിടെ ഇരുന്ന് കഴിക്കണമെന്നായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല, കാരണം നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞാനും മോനും അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഒരു ബൈറ്റൊക്കെ എടുത്ത്. മോന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടേസ്റ്റിംഗ് സെഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് നേരെ കാറിലോട്ട് പോയി. കാരണം ജോയും പിള്ളേരും കാറിലിരിക്കുമായിരുന്നു, നല്ല തണുപ്പായതുകൊണ്ട്. അങ്ങനെ കാറിൽ ചെന്ന് അവരെ അതെല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ബൈറ്റും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയി കഴിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഒരു ബൈറ്റ് എടുത്തിട്ട് പോവാം. അപ്പോൾ പിള്ളേർക്ക് അവിടെ നിന്നൊന്നും കിട്ടാഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അവർക്ക് ഡിന്നറിന് ബർഗറും ചിപ്സും മതി എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് അതും കൂടി വാങ്ങിച്ചു നമ്മൾ. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? ബോണ്ട വാങ്ങിച്ചിട്ടോ. ബോണ്ട, പഴംപൊരി ഓൾറെഡി കഴിച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, തട്ടുകട ചിക്കൻ ഫ്രൈ. എന്താ കളർ, കഴിച്ചു നോക്കണം. തട്ടുകട ചിക്കൻ ഫ്രൈ ഇത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചു ഓക്കെ കപ്പ ബീഫ് ബിരിയാണി. കപ്പ ബിരിയാണി വാങ്ങിച്ചു. പിന്നെ എപ്പോഴും വാങ്ങുന്ന സാധനം
ബിരിയാണി. ഇതില്ലാണ്ട് ഒരു രക്ഷയില്ല. ബിരിയാണി എവിടെ പോയാലും ഞാൻ വാങ്ങും. ഇത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചത്. അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതൊന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം. നമ്മളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചേക്കുവാണ്, എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ചിക്കൻ ഫ്രൈ ആണ്. ഒരു രക്ഷയില്ല. അപ്പം കഴിച്ചു. എരിവാകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇവർക്ക് ഒട്ടും എരിവില്ല. അത്രയും നല്ലതാണേ. സ്പൈസി ഒന്നും അല്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു കാല് കഴിച്ചു നേരത്തെ. ഇഷ്ടപ്പെട്ടോ? ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടോ? സ്പൈസി ആണോ? സ്പൈസി അല്ല? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. I love you. Bye. I hope you like my channel.